ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ട കോൺഗ്രസെ, അതിലൊന്നും ഞാൻ അടിപതറി വീഴുന്ന ആളല്ല എന്ന് വളരെ വ്യക്തവും സ്പഷ്ടവുമായി പറയുകയാണ് പത്മജ വേണുഗോപാൽ. അവർ തുറന്നടിച്ചാണ് പറയുന്നത്. പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിന് താഴെ ചില വ്യക്തികൾ അധിക്ഷേപിച്ചുകൊണ്ടും അസഭ്യവർഷം ചൊരിഞ്ഞുകൊണ്ടും കമന്റുകൾ ഇട്ടതിന് എതിരെയാണ് ശക്തമായ മറുപടിയുമായി പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയത്. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാന്യവും ആരെയും വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ളതുമല്ല. BJP-കാരി എന്ന നിലയിൽ BJP അനുകൂലവും എതിർ പാർട്ടികളെ രാഷ്ട്രീയപരമായി വിമർശിക്കുന്ന തരത്തിലുമൊക്കെ ഉള്ളതാണ്. എന്തായാലും എന്താണ് ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സംസ്കാരശൂന്യമായി എന്റെ പോസ്റ്റുകളിൽ കമന്റ് എഴുതുന്ന കോൺഗ്രസ്സുകാരോടാണ്. ഞാൻ BJP-കാരിയാണ്, അതായത് പക്ക BJP-കാരിയാണ്. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാന്യവും ആരെയും വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ളതും അല്ല. BJP-കാരി എന്ന നിലയിൽ BJP അനുകൂലവും എതിർ പാർട്ടികളെ രാഷ്ട്രീയപരമായി വിമർശിക്കുന്ന തരത്തിൽ ഒക്കെ ഉള്ളതാണ്. എന്റെ പോസ്റ്റുകളിൽ എന്നെ മാന്യമായി ട്രോൾ ചെയ്ത് കമന്റുകൾ ഇടുന്നതിനോ എന്നെ വിമർശിക്കുന്നതിനോ ഒന്നും എനിക്ക് അസഹിഷ്ണുതയില്ല. പക്ഷേ അസഭ്യം നിറഞ്ഞ കമന്റുകൾ, എന്റെ അച്ഛനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ കാണാനിടയായി. കോൺഗ്രസിൽ നിന്ന് പോയതിന്റെ പേരിൽ ഞാൻ തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ സംസ്കാരശൂന്യമായ പ്രയോഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടായിരിക്കാം ഇത്തരക്കാർ ഇങ്ങനെ മോശമായി, അതായത് തെറി കമന്റുകൾ പോലും എഴുതുന്നത്. ഇങ്ങനെയൊക്കെ കമന്റുകൾ എഴുതി എന്നെ ഭീഷണിപ്പെടുത്തി വാ അടപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. അങ്ങനെ പേടിക്കുന്ന ആളല്ല പത്മജ. പിന്നെ സംസ്കാരശൂന്യത, വ്യക്തിഹത്യ കമന്റുകൾ എഴുതിയവരുടെ പലരുടെയും സ്ക്രീൻഷോട്ടുകൾ എന്റെ പക്കലുണ്ട്. അത്തരക്കാർക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിച്ചാൽ പലരും അഴികൾക്ക് അകത്താകും. സാമ്പത്തിക നഷ്ടം, മാനനഷ്ടമായിരിക്കും അക്കൂട്ടർക്ക് ഫലം. ഒരു കോൺഗ്രസ് നേതാവും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. അതുകൊണ്ട് ഇനി മുതൽ മര്യാദയ്ക്ക് കമന്റ് എഴുതിയാൽ നല്ലത്. കമന്റ് ബോക്സ് പൂട്ടിവെച്ച് പോസ്റ്റുകൾ ഇടുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് വിമർശനമാകാം, എനിക്കെതിരെ മാന്യമായ ട്രോളുകൾ ആകാം. പക്ഷെ തെറി, വ്യക്തിഹത്യ, എന്റെ അച്ഛനെ അധിക്ഷേപിക്കൽ, ഇങ്ങനെയൊക്കെ ഇനി തുടർന്നാൽ അത്തരക്കാരെ വേണ്ട രീതിയിൽ നിയമപരമായി കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഇങ്ങനെയായിരുന്നു പത്മജ വേണുഗോപാൽ ഇട്ട പോസ്റ്റ്. അവർ BJP-യിലേക്ക് പോയതിനു ശേഷം നിരന്തരം കോൺഗ്രസ്സുകാർ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പോസ്റ്റ് അവർക്ക്, കോൺഗ്രസ്സുകാർക്കുള്ള തക്ക മറുപടി തന്നെയാണ്.